നമസ്കാരം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അത്തരത്തിലൊരു ആശ മോദി വിരുദ്ധർക്ക് ഈ കഴിഞ്ഞ 2025 ഡിസംബർ മാസത്തിൽ ലഭിച്ചിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമിയും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ നേതാവായ സഞ്ജയ് റൗട്ടുമെല്ലാമാണ് അങ്ങനെ ഒരു ആശ ഇവരുടെ ഇടയിൽ ജനിപ്പിച്ചത്. അതായത് കഴിഞ്ഞ ഡിസംബർ മാസം 19-ാം തീയതി ഇവിടെ ഒരു ബോംബ് വീഴാൻ പോകുന്നു. അതൊരു പൊളിറ്റിക്കൽ ബോംബാണ്. ആ ബോംബിൽ നരേന്ദ്രമോദിക്ക് രാജിവെക്കേണ്ടി വരും. പല പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും വരും. അമേരിക്കയിൽ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തിറങ്ങുകയാണ്. ജെഫ്രി എപ്സ്റ്റൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഞരമ്പ് രോഗിയാണ്, ലൈംഗിക കുറ്റവാളിയാണ്. ഇയാൾ കൊച്ചു കുട്ടികളെ ലൈംഗിക വൈകൃതത്തിന് വിധേയരാക്കിയതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ജയിലിൽ കിടന്ന് ഒടുങ്ങിപ്പോയയാളാണ് ഈ ജെഫ്രി എപ്സ്റ്റൈൻ. ഈ എപ്സ്റ്റൈൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അതൊരു വലിയ അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ അമേരിക്കയുടെ അന്വേഷണ ഏജൻസിയായ FBI കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തിയ ഫയലുകളെല്ലാം വളരെ രഹസ്യമായി വച്ചിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് അത് പരസ്യമാക്കണമെന്ന് കോടതി ഉത്തരവ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ഈ എപ്സ്റ്റൈൻ ഫയലുകളെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വിടുകയാണ്. അതിൻ്റെ ഭാഗമായി എപ്സ്റ്റൈൻ ഫയലുകളിൽ ചിലത് പുറത്തു വരുമെന്നും ആ ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടാകുമെന്നും 2025 ഡിസംബർ മാസം 19-ാം തീയതി നരേന്ദ്രമോദിക്ക് രാജിവെക്കേണ്ടി വരും എന്നുമാണ് അന്ന് പ്രചരിച്ചത്. ഡിസംബർ 19 വന്നു, ഒന്നും നടന്നില്ല. അതിനുശേഷം 2026 പുതുവർഷം പിറന്നു, അതിനുശേഷവും ഒന്നും നടന്നില്ല. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ആശ കിട്ടിയ ടീമിന് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ എപ്സ്റ്റൈൻ ഫയലുകളിൽ കുറച്ച് ഫയലുകൾ കൂടി ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഇന്നലെ പുറത്തുവിട്ടു. ആ പുറത്തുവിട്ടപ്പോൾ അതിലൊരു ഇമെയിൽ ഉണ്ടായിരുന്നു. ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഇമെയിലാണ്, ഈ ഞരമ്പ് രോഗിയുടെ ഇമെയിലാണെന്ന് ഓർക്കണം. ആ ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഇമെയിലിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് അയാളൊരു വാചകം എഴുതിയിരുന്നു. അതിങ്ങനെയാണ്: ഇസ്രായേൽ സന്ദർശിച്ചത്, നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടു. ഇസ്രായേലിൽ പോയതോടുകൂടി നരേന്ദ്രമോദി പാടുകയും ആടുകയൊക്കെ ചെയ്തു. അത് ട്രംപിന് വലിയ സന്തോഷമായി, അത് വർക്കായി എന്നാണ് ഈ ഇമെയിലിൽ എഴുതിയിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണോ ഇത് എഴുതിയിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഒരു കുറ്റവാളിയുടെ ഇമെയിൽ, അയാൾ ആർക്കോ അയച്ച ഇമെയിലിലാണ് ഇങ്ങനെ ഒരു സന്ദേശം എഴുതിയിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ പോലെയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തീപ്പൊരി നേതാവ് സന്ദീപ് വാര്യറൊക്കെ കൂടെ വലിയ ബഹളമാണ്. ഇവർ ഇങ്ങനെ കാണ്ടമായി ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി വിടുകയാണ്, നരേന്ദ്രമോദി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളെല്ലാം പകൽ പോലെ സുതാര്യമാണ്. ആ പരിപാടികളെല്ലാം ലോകം കാണുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സന്ദർശനം 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്ന സമയത്ത് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വളരെ മികച്ച ബന്ധമാണുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ്. ആരെങ്കിലും ഇന്ത്യയെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി ഞങ്ങളെ ആക്രമിക്കണം, എന്നാലേ ഇന്ത്യ ആക്രമിക്കാൻ പറ്റൂ എന്ന നിലപാടെടുത്ത രാജ്യമാണ് നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേലുമെല്ലാം. ഇസ്രായേലുമായി ഇന്ത്യക്ക് നേരത്തെ തന്നെ ബന്ധങ്ങളുണ്ട്, പല രഹസ്യ ബന്ധങ്ങളുമാണെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ പരസ്യമായി നരേന്ദ്രമോദി ഇസ്രായേലിലെത്തി. ആ ഇസ്രായേൽ സന്ദർശനം ലോകം കണ്ട സന്ദർശനമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളത്തിലെത്തിയിട്ടാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുപോയത്. ഇസ്രായേലിൽ പണ്ട് പോപ്പ് വന്നപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴും മാത്രമേ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെ വിമാനത്താവളത്തിലെത്തി ആരെങ്കിലും സ്വീകരിച്ചിട്ടുള്ളൂ. അത് നരേന്ദ്രമോദിയെ എത്തിയപ്പോൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്രമാത്രം അടുത്ത നയതന്ത്ര ബന്ധം ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുമുണ്ട്. അത് ആ രാജ്യത്തെ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. നയതന്ത്ര ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. അതിനുശേഷം അവിടെ ഇന്ത്യൻ ഡയസ്പോറയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആ അഭിസംബോധന ചെയ്ത സമയത്ത് അവിടെ ആ പരിപാടിയിൽ ഈ ഇന്ത്യയുടെ ഗാനങ്ങൾ, ജയ് ഹോ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ അവിടെ പ്ലേ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പാടിയും ആടിയും എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ നരേന്ദ്രമോദി അവിടെ പോയി പാടിയിട്ടോ ആടിയിട്ടോ ഒന്നുമില്ല. വളരെ പ്രൊഫഷണലായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും മടങ്ങി വരികയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഓരോ രാജ്യത്തും ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തോടു കൂടി വിദേശ രാജ്യത്ത് പോവുക, 1-2 ദിവസം ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി 3-4 ദിവസം കുടുംബവുമൊത്തുള്ള വിനോദയാത്ര, അതൊക്കെ ആയിരുന്നല്ലോ പണ്ടത്തെ പതിവ്. പക്ഷേ അതൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു വിദേശയാത്ര നടത്തുന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ 24 മണിക്കൂറും അദ്ദേഹം ഒഫീഷ്യൽ കാര്യങ്ങളിലായിരിക്കും, തിരക്കിട്ട ചർച്ചകളായിരിക്കും, പാക്ഡ് വിസിറ്റ്സുകളായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സന്ദർശനം മാത്രമാണ് ഇസ്രായേലിൽ നടന്നത്. നിഗൂഢമായ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല.
ഒന്ന് ഇസ്രായേൽ ഒന്ന് പോയി വരൂ നരേന്ദ്രമോദി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും രീതിയിൽ ഓട്ടോ കൂലി നരേന്ദ്രമോദിക്ക് കൊടുത്തോ എന്നറിയില്ല. ഈ പറഞ്ഞതുപോലെ ലൈംഗിക കുറ്റകൃത്യം ചെയ്ത ആളാണല്ലോ, അയാളുമായി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിന് നരേന്ദ്രമോദി പങ്കാളിയാണോ? അല്ല. ഇവിടെ എത്തി ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നുമില്ല. അവിടെ നരേന്ദ്രമോദി പോയത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആഗ്രഹം കൊണ്ടാണ് എന്ന് ആരോ എഴുതി വിട്ടിരിക്കുന്നു. പക്ഷേ ഈ സന്ദർശനത്തിൽ അങ്ങനെ ഒരു ദുരൂഹതയും നമുക്ക് ആരോപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമാണ്. അതുതന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും. അതോടുകൂടി ഈ വലിയ ആരോപണത്തിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ഫീസ് പോയി. ഇന്നോടുകൂടി ആ ബോംബ് അവസാനിക്കുകയാണ്. രാഹുൽ ഗാന്ധി ചില ബോംബുകൾ അപ്പുറത്ത് നടത്തുന്നുണ്ട്, അതിന് പുറമെയുള്ള ബോംബുകളാണ് ഇത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം 2017 ഇസ്രായേൽ സന്ദർശനം മറ്റൊരു രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത് നമ്മൾ കാണണം. 1947 ഇന്ത്യ സ്വതന്ത്രമായത്. അന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. അതിനുശേഷം ധാരാളം പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒരു നിഗൂഢ രാജ്യമൊന്നുമല്ല. ഇസ്രായേൽ ഒരു പരിഷ്കൃത സമൂഹം താമസിക്കുന്ന രാജ്യമാണ്. അവിടെ ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധം നമുക്ക് തമ്മിലുണ്ട്. മാത്രമല്ല ഈ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായ സമയത്തൊക്കെ വളരെ രഹസ്യമായി ഇതിനു മുമ്പും നരേന്ദ്രമോദിക്ക് മുമ്പും ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടില്ല. എന്താണ് കാരണം? അവിടെ കാരണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ അവർ തമ്മിലുള്ള തർക്കമാണ്. ജെറുസലേമിൻ്റെ കാര്യത്തിലടക്കമുള്ള തർക്കമാണ്. ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പൗരന്മാർ പോകാറുണ്ട്. അവിടെ നിന്നും ഇസ്രായേലി പൗരന്മാർ ഇന്ത്യയിലേക്കും വരാറുണ്ട്. ധാരാളം മലയാളികളടക്കം ധാരാളം പേർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറ ശക്തമാണ്. എന്നിട്ടും ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇത്ര വർഷക്കാലം സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഇസ്രായേലിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്താത്തത്? ഭാരതത്തിൽ ഒരു അന്ധവിശ്വാസം അതുവരെ ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചാൽ അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെടും. ആ അന്ധവിശ്വാസത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട ഒരു രാജ്യമാണ്. അവിടേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ മുസ്ലിങ്ങളുടെ പിന്തുണ ഇല്ല എങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് ഭയന്നിട്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്താത്തത്. ആ ഭയമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2017 ഇസ്രായേൽ സന്ദർശനം നടത്തിയത്. അപ്പോൾ ആരുടെ സന്ദർശനമാണ്, അല്ലെങ്കിൽ ആര് സന്ദർശിക്കാതിരിക്കുന്നതാണ് ബാഹ്യശക്തികൾ നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരേണ്ടത്. പക്ഷേ അതിനു പകരം നരേന്ദ്രമോദി വിദേശ സന്ദർശനം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ചില ആളുകളുടെ വൃഥാവിലുള്ള ശ്രമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.